വീണ്ടും ജീവൻ എടുത്തിരിക്കുകയാണ് കാട്ടാന. ഇടുക്കി സൂര്യനെല്ലിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വനവാസി യുവതി കൊല്ലപ്പെട്ടു. വനം വകുപ്പിന്റെ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്ന് ആരോപിച്ച് സ്ഥലത്ത് പ്രതിഷേധം തുടരുകയാണ്. മൃതദേഹം ഏറ്റുവാങ്ങാതെയാണ് നാട്ടുകാരുടെ വലിയ പ്രതിഷേധം അവിടെ നടക്കുന്നത്. സുബിൻ തോമസ് വിശദാംശങ്ങൾ നൽകും. സുബിൻ, എന്താണ് അവിടെ സംഭവിക്കുന്നത്? വലിയ പ്രതിഷേധമാണോ? വലിയ ജനകീയ പ്രതിഷേധം തന്നെ ഉടലെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായൊരു നിർദ്ദേശം കിട്ടിയിട്ടില്ല എന്നുള്ളൊരു ആരോപണമാണ് നാട്ടുകാർ ഒന്നാകെ മുമ്പോട്ട് വയ്ക്കുന്നത്. കാട്ടാനശല്യം രൂക്ഷമായിട്ടും കൃത്യമായ മുൻകരുതൽ നടപടികളോ ആളുകൾക്ക് വേണ്ട നിർദ്ദേശങ്ങളോ നൽകാൻ വനംവകുപ്പ് തയ്യാറായില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിർദ്ദേശം ആർക്കും ലഭിച്ചില്ല എന്നുള്ളൊരു ആരോപണം അവർ മുമ്പോട്ട് വയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ മൃതദേഹം നിലവിൽ ഏറ്റുവാങ്ങില്ല എന്നുള്ളൊരു നിലപാടിലാണ് നാട്ടുകാരുള്ളത്. അതായത് ഈ കാട്ടാന ആക്രമണം ഉണ്ടായിട്ടും വനംവകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സ്ഥലത്തെത്തണമെന്നൊരു ആവശ്യം എന്തായാലും അവർ മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. ഇന്ന് രാവിലെ 8:30 കൂടിയാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്, കാട്ടാന ആക്രമണം ഉണ്ടാകുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സൂര്യനെല്ലി മേഖലയോട് സൂര്യനെല്ലി സിംഗുകണ്ഠം മേഖലയിൽ കാട്ടാന കൂട്ടം നിലയുറപ്പിച്ചിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിൽ നിന്ന് കൂട്ടം തെറ്റിയെത്തിയ 2 ആനകളാണ് ഈ ആക്രമണം നടത്തിയത്. അതേസമയം വനംവകുപ്പ് നൽകുന്ന ഒരു വിശദീകരണം എന്നുള്ളത് ഇന്ന് രാവിലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ കൃത്യമായ നിർദ്ദേശം ആളുകൾക്ക് നൽകിയിരുന്നു എന്നൊരു കാര്യമാണ് ഈ RRT സംഘവും അതുപോലെ തന്നെ വനംവകുപ്പും പറയുന്നത്. അതായത് കാട്ടാനക്കൂട്ടം ഈ റോഡരികിലുണ്ട്, അതുകൊണ്ട് തന്നെ ആളുകൾ ജാഗ്രത പാലിക്കണം, കുട്ടികളെ തനിയെ വിടരുത് എന്നടക്കമുള്ള നിർദ്ദേശങ്ങൾ ഈ വനംവകുപ്പ് RRT സംഘം നൽകിയിരുന്നു എന്നുള്ള ഒരു കാര്യമാണ് അവർ പറയുന്നത്. എന്നാൽ നാട്ടുകാർ അത് നിഷേധിക്കുകയാണ്. കൃത്യമായ നിരീക്ഷണമോ അല്ലെങ്കിൽ കൃത്യമായ ഒരു വിവരമോ ഇതുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് നൽകിയില്ല എന്നുള്ളൊരു കാര്യമാണ് അവർ എന്തായാലും മുമ്പോട്ട് വയ്ക്കുന്നത്. ഈ കാട്ടാന ആക്രമണത്തിൽ സിംഗുകണ്ഠം സ്വദേശിയായിട്ടുള്ള സിംഗുകണ്ഠം സൂര്യനെല്ലി തിരുവള്ളൂർ ഉന്നതിയിലെ മാരി എന്ന യുവതിയാണ് മരിച്ചത്. 37 വയസ്സുള്ള യുവതി. ഇവരുടെ മകന് 11 വയസ്സുകാരൻ മകനും കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ഇയാളെ ഈ കുട്ടിയെ നിലവിൽ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കാട്ടാനക്കൂട്ടം വീണ്ടും സംസ്ഥാനത്ത് ജീവൻ എടുത്തിരിക്കുന്നു. ഇടുക്കി സൂര്യനെല്ലിയിലാണ് ഈ സംഭവം. മാരി എന്ന വനവാസി വിഭാഗത്തിൽപ്പെടുന്ന യുവതിക്കാണ് ദാരുണ അന്ത്യം കാട്ടാന ആക്രമണത്തിൽ സംഭവിച്ചത്. ഇവരുടെ കുട്ടിക്കും ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സുബിനാണ് വിശദാംശങ്ങൾ നൽകിയത്.